പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവും നിക്കോദേമസും എന്ന പ്രത്യേകമായ ഒരു ഭാഗം ആരംഭത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ നിക്കോദേമസ് എന്ന യഹൂദ പ്രമാണി രാത്രിയിൽ ആരും കാണാതെ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. മറ്റ് യഹൂദന്മാരോ യഹൂദ പുരോഹിതന്മാരോ യഹൂദ പ്രമാണികളോ കാണാതെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് വരുന്ന ഒരു നിക്കോദേമസ്. ഒരുപക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട നിക്കോദേമസ് എന്ന യഹൂദ പ്രമാണിയെ മറ്റുള്ളവർ പീഡിപ്പിക്കും, ഒറ്റപ്പെടുത്തും. ഒരുപക്ഷെ ആ ഒരു ഭയം കൊണ്ടാകാം ഈ പറയപ്പെട്ട രാത്രിയുടെ യാമത്തിൽ ഈ പറയപ്പെട്ട വ്യക്തി കടന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പലരും ധ്യാന കേന്ദ്രങ്ങളിൽ വന്ന് രഹസ്യമായിട്ട്, ആരോടും പറയാതെ വന്ന് രഹസ്യമായിട്ട് വന്ന് ധ്യാനം കൂടിയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരങ്ങളും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ വന്ന് രഹസ്യമായിട്ട് വന്ന് ധ്യാനം കൂടിയിട്ട് പോകുന്നുണ്ട്. അവർ പരസ്യമാക്കത്തില്ല. കാരണം ഒരു മുസ്ലിം വന്ന് ധ്യാനം കൂടി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മതത്തിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് പ്രശ്നമുണ്ടാകും. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവനും ഈ കാലഘട്ടത്തിൽ വന്ന് ധ്യാനമൊക്കെ കൂടി യേശുവാണ് രക്ഷകൻ, യേശുവിലൂടെ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തിൻ്റെ മേഖലയിൽ നിന്നും അവന് പീഡനം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ പീഡനം മേടിക്കുകയും വേണ്ട, ഇവിടെ രഹസ്യമായിട്ട് വന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുകയും ചെയ്യാം. അങ്ങനെ വരുന്ന ധാരാളം വ്യക്തികൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ പല മറ്റ് പ്രത്യേകിച്ചുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന വൺഡേ ധ്യാനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ, അതുപോലെ തന്നെ നൊവേന കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇവരൊക്കെ പോകാറുണ്ട്. ഇതുപോലെ തന്നെയാണ് നിക്കോദേമസ് എന്ന വ്യക്തി ഒളിച്ചും പാത്തും യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്നുള്ള ഒരു ഗുരുവാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നീ ദൈവത്തിൽ നിന്ന് വന്ന റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് പുള്ളി മനസ്സിലാക്കുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഇരിക്കുന്ന ആൾ ദൈവമാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അഥവാ ഉള്ളിലെങ്ങാനും ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പറയുന്നില്ല. യഥാർത്ഥത്തിൽ യേശു ദൈവമാണ്. 100% ദൈവവും 100% മനുഷ്യനുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 100% ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ പറയപ്പെട്ട യഹൂദ പ്രമാണി ഇരിക്കുന്നത്. അപ്പോൾ യേശു അവരോട് പറയുന്നൊരു കേട്ടോ, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു. 2 പ്രാവശ്യം ഇവിടെ സത്യം പറയുന്നുണ്ട്. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചുള്ള ജനനമാണോ എന്ന് തുടർന്ന് വായിക്കുമ്പോൾ അവനത് ചോദിക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ നിന്നും ജനിച്ച ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു വീണ്ടും ജനനം ആവശ്യമാണ്. ആ വീണ്ടും ജനനം സാധ്യമാകുന്നത് എപ്പോഴാണ്? മാമോദിസ എന്ന കൂദാശയിലൂടെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നും മാമോദിസ സ്വീകരിച്ചോ അന്നാണ് അവൻ ജനിച്ചത്. അവൻ ദൈവത്തിൻ്റെ പൈതലായിട്ട് ജനിച്ചത് അന്നാണ്. ദൈവത്തിൻ്റെ മകനായി മാറിയത് അന്നാണ്. അതിനു മുമ്പ് അവൻ ദൈവത്തിൻ്റെ മകനല്ലായിരുന്നു. മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി മനുഷ്യൻ്റെ ഒരു മകനായിരുന്നു. മാമോദിസ സ്വീകരിച്ചപ്പോഴാണ് ആ വ്യക്തി ദൈവത്തിൻ്റെ മകനായി മാറ്റപ്പെട്ടത്. അന്നാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ബർത്ത്ഡേ, ജനനം, വീണ്ടും ജനിച്ചത്.
മാമോദിസ എന്ന കുദാശയിലൂടെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിച്ചത്. അപ്പം ഞാനിത് പറഞ്ഞു, ഇത് കേൾക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് വേണമെങ്കിൽ വിശ്വസിക്കാം, സ്വീകരിക്കാം. അതല്ല എങ്കിൽ പണ്ട് ജനിച്ച ആ ദിവസം, അതല്ല യഥാർത്ഥത്തിൽ അത് ഈ ഭൂമിയിലേക്ക് വന്ന ദിവസമാണ്. ഞാൻ ദൈവത്തോടൊന്ന് ഒന്നായി ചേർന്ന്, ദൈവത്തിൽ ഒന്നായി, ഒരു മനമായി, ഒരു ശരീരമായി മാറ്റപ്പെടുന്ന പരിശുദ്ധ ത്രിത്വം വന്ന് വാസമുറപ്പിച്ച് സ്വന്തമാക്കി ഒരു വീണ്ടും ജനനം പരിശുദ്ധാത്മാവിടെ നൽകുന്നത് ഈ പറയപ്പെട്ട ജ്ഞാനസ്നാനത്തിലൂടെയാണ്, മാമോദിസയിലൂടെയാണ്. അതാണ് ഇവിടെ ഈശോ പറയുന്നത്, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ, സത്യസത്യമായി 2 പ്രാവശ്യമാണ് എന്ന് പറഞ്ഞാൽ യേശു സത്യമാണ്. വഴിയും സത്യവും ജീവനും യേശുവാണ്. വഴിയും സത്യവും ജീവനും യേശുവാണെങ്കിൽ ആ വഴിയും സത്യവും ജീവനും വചനവുമാകുന്ന യേശുവാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ യേശു സത്യമാണ്, യേശു പറയുന്നതും സത്യമാണ്. ഇനി ഇതിനെ ഒരു സാത്താനും അട്ടിമറിക്കാൻ പറ്റത്തില്ല. കാരണം 2 പ്രാവശ്യം ചേർത്താണ് സത്യം ചേർത്തത്. അത് പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ചൊക്കെ ഈശോ പറയുമ്പോഴും എല്ലാം അപ്പോഴും പറയുന്നുണ്ട്, സത്യം സത്യമായി, സത്യം സത്യമായി. ഇനി ഞാൻ ഈ പറയുന്ന ഈ വചനത്തെ ഒരുത്തനും ഒരു കാരണവശാലും അട്ടിമറിക്കുവാനോ വളച്ചൊടിക്കുവാനോ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ സാധ്യമല്ല. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യത എന്ന് പറയുന്നത്, ആ യോഗ്യത സർട്ടിഫിക്കറ്റ് മാമോദിസയാണ്. ഇപ്പം മാമോദിസ സ്വീകരിക്കാത്ത ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പഠിപ്പീര് തെറ്റാണ്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും സഭയുടെ പ്രബോധനത്തിലും അത് തെറ്റാണ്. പിന്നെ നമുക്ക് വേണേൽ സാധാരണ നാടൻ ഭാഷ പറയാം, അത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുത്താൽ ദൈവം എന്തെങ്കിലും ചെയ്തോളും, എല്ലാവർക്കും കൂടിയാണല്ലോ ദൈവം കർത്താവിശ്വമിശിഹ കുരിശിൽ കയറിയത്. അപ്പോൾ കാരണം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാനൊക്കെ നമ്മളിങ്ങനെ നാടൻ ഭാഷ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അത് നമുക്ക് പിന്നീട് വരുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് ശരിക്കും കുറേ കൂടി ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ജനിക്കുക, ജലത്താലും ആത്മാവിനാലും ഉള്ള ജനനം. നമുക്കൊരു നിമിഷം യേശുവോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിക്കോദേമോസ് അങ്ങയെ സമീപിച്ച് അങ്ങയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞുവല്ലോ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന്. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. വീണ്ടും ജനിക്കാതെ ജീവിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും വീണ്ടും ജനിക്കുവാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.